ഗുഡ് ഈവനിംഗ്. പ്രൈം ടൈം ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ആദ്യം ചൂടിലൊരുകിയ നാട്. സംസ്ഥാനത്ത് അതിതീവ്രമായ ചൂട് തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാടിന് പിന്നാലെ തൃശൂരിലും ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചു. അസാധാരണമായ ചൂട് രേഖപ്പെടുത്തുന്ന പാലക്കാട് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ചൂട് ഇനിയും കൂടുകയാണെങ്കിൽ കർശന നിയന്ത്രണങ്ങളിലേക്ക് കടക്കേണ്ടി വരുമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് 24 പറഞ്ഞു. വിവിധ സർക്കാർ വകുപ്പുകൾ സ്ഥിതിഗതികൾ വിലയിരുത്തി. പാലക്കാട്, തൃശൂർ ജില്ലകളിലാണ് നിലവിൽ ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചത്. ഇരു ജില്ലകളിലും 41 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ചൂട്. ഒറ്റ ദിവസം കൊണ്ട് 5.5 ഡിഗ്രി സെൽഷ്യസിന്റെ വർധനയാണ് ഇരു ജില്ലകളിലും രേഖപ്പെടുത്തിയത്. കൊല്ലം ജില്ലയിലും ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട്. അടുത്ത ദിവസങ്ങളിലും അതിതീവ്രമായ ചൂട് തുടരാനാണ് സാധ്യത. സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഔദ്യോഗികമായി ഈ താപതരംഗം സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ അത്തരമൊരു സ്ഥിരീകരണം വന്ന സ്ഥിതിക്ക് കാര്യങ്ങളെ വളരെ കണിശതയോടുകൂടി സൂക്ഷ്മമായി തന്നെ മോണിറ്റർ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. താപനില ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ തൊഴിലാളികളുടെ ജോലി സമയ ക്രമീകരണം മെയ് 15 വരെ നീട്ടി. ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 3 വരെ തൊഴിലാളികൾ വെയിലത്ത് പണിയെടുക്കുന്നത് കണ്ടെത്തിയാൽ തൊഴിലുടമയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. സംസ്ഥാനത്തെ ITIകൾക്കും മെയ് 4 വരെ റെഗുലർ ക്ലാസുകൾക്ക് പകരം ഓൺലൈൻ ക്ലാസുകൾ നടത്തും. അതേസമയം തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഒറ്റപ്പെട്ട വേനൽമഴ ലഭിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. 24 തിരുവനന്തപുരം. പാലക്കാട് ജില്ലയിലെ കൊടും ചൂടിന്റെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടാൻ ദുരന്ത നിവാരണ അതോറിറ്റി. മെയ് 2 വരെയാണ് അടച്ചിടൽ. പകൽ സമയത്തെ കായിക പരിശീലനങ്ങൾക്കും വിലക്ക് ഏർപ്പെടുത്തി. സംസ്ഥാനത്ത് 3 ജില്ലകളിൽ ഉഷ്ണതരംഗം മുന്നറിയിപ്പ് തുടരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചു. പാലക്കാട് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തീരുമാനം. ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്ന മെയ് 2 വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടും. കിടപ്പ് രോഗികൾ, ഗർഭിണികൾ, ഗുരുതര രോഗങ്ങളുള്ളവർ എന്നിവർ ചികിത്സയിലുള്ള ആശുപത്രി വാർഡുകളിലും വയോജന മന്ദിരങ്ങളിലും കൂളറുകൾ സ്ഥാപിക്കണം. മൈതാനങ്ങളിലും മറ്റും നടക്കുന്ന കായിക വിനോദങ്ങൾ 11 മുതൽ 3 മണിവരെ അനുവദിക്കില്ല. റെഡ് അലർട്ട് നൽകിയാൽ ഇരുചക്ര വാഹനങ്ങൾ പുറത്തിറക്കുന്നതിലടക്കം നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരും. ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ നടപടിയുണ്ടാകുമെന്നും ജില്ലയിലെ സാഹചര്യങ്ങൾ ഗൗരവത്തിൽ കാണേണ്ടതാണെന്നും ജില്ലാ കളക്ടർ എസ് ചിത്ര 24 പറഞ്ഞു. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശമാണ്. അപ്പോൾ അത് ലംഘിച്ചാൽ ദുരന്ത നിവാരണ നിയമം അനുസരിച്ചുള്ള നടപടികൾ ഉണ്ടാവും. പഞ്ചായത്തുകൾക്ക് പ്രത്യേക നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. നമുക്ക് വലിയ ജില്ല ആയതുകൊണ്ട് എല്ലായിടത്തും ഒരേപോലെ കെയർ എടുക്കാൻ പറ്റില്ല. അപ്പോൾ DD എഡ്യൂക്കേഷനും അതേപോലെ JD LSGയുടെയും പ്രത്യേകമായിട്ട് പരിശോധനകൾ നടത്തുന്നുണ്ട്. ഉഷ്ണതരംഗം സ്ഥിരീകരിച്ച പാലക്കാട് പകൽ സമയങ്ങളിലെ ജോലി പലരും ഒഴിവാക്കി തുടങ്ങി. വഴിയോര കച്ചവടക്കാരും ഡ്രൈവർമാരും കർഷകരുമാണ് ഏറെ പ്രതിസന്ധിയിലായത്. കൊല്ലം കൂടി വരുന്നുണ്ട്. മരങ്ങളൊക്കെ മുറിക്കണ കാരണം കൊണ്ടും പുതിയ ബിൽഡിങ്ങുകളൊക്കെ പൊന്തല്ലേ, തണ്ണീർത്തടങ്ങളൊക്കെ വറ്റിപ്പോണ്. മനുഷ്യൻ തന്നെ എല്ലാത്തിനും കാരണം. ജില്ലയിലെ കൊടും ചൂട് ഏതാനും ദിവസങ്ങൾ കൂടി തുടരുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ അറിയിക്കുന്നത്. 24 പാലക്കാട്. EPക്കെതിരെ നടപടിയില്ല. EP ജയരാജൻ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച വിവാദത്തിൽ EP ജയരാജനെ പിന്തുണച്ച് CPIM. LDF കൺവീനറായി EP തുടരും. TG നന്ദകുമാറുമായുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് EP ജയരാജന് നിർദ്ദേശം നൽകി. ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് EP ജയരാജൻ പറഞ്ഞു. വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനം. 1 വർഷം മുമ്പ് നടന്ന കൂടിക്കാഴ്ചയാണ് വിവാദമാക്കുന്നതെന്നാണ് EP ജയരാജന്റെ വിശദീകരണം. EP ജയരാജന്റെ തുറന്നു പറച്ചിൽ പാർട്ടിക്ക് ദോഷം ചെയ്യില്ലെന്നും LDF കൺവീനറായി തുടരുമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. ജാവദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ച പാർട്ടിയിൽ പറയേണ്ടതില്ല. നയപരവും രാഷ്ട്രീയവുമായ കാര്യങ്ങളുണ്ടെങ്കിൽ പാർട്ടിയിൽ അറിയിച്ചാൽ മതിയെന്നും MV ഗോവിന്ദൻ. അങ്ങനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ അവസാനിച്ചു പോകുന്ന ഒരു പ്രത്യശാസ്ത്ര കരുത്ത് മാത്രമേ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും ഉള്ളൂ എന്ന് ഒരുതരം പൈങ്കിളി ശാസ്ത്രം വെച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നത്. എന്ത് നടപടി നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാതെ ഞാൻ ഉത്തരവാദി? ഞങ്ങൾ നടപടിയെടുക്കാതെ സംഘടനാപരമായി എന്തെല്ലാം കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ട് മാത്രമേ നടപടിയെടുക്കാൻ പറ്റുക. അങ്ങനെയുള്ള നടപടിയെടുക്കേണ്ട ഒരു പ്രശ്നം നമ്മുടെ മുമ്പിൽ ഇല്ലല്ലോ ഇപ്പോഴും. സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വികാരനിർഭരനായാണ് EP ജയരാജൻ സംസാരിച്ചത്. കുറച്ചുനാളായി തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നു.
ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തെറ്റായ രീതികളാണ്. നിങ്ങൾ വ്യക്തിഹത്യ നടത്താൻ ആസൂത്രിതമായി നടത്തിയൊരു ഗൂഢാലോചനയുടെ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നത്. ഇത് പാർട്ടിക്ക് മാത്രം, ജനങ്ങൾക്കൊക്കെ ബോധ്യമുണ്ട്. നിങ്ങളെ പത്രങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ഞാൻ നിയമ നടപടി ആർക്കൊക്കെ എതിരായി നോക്കണമെന്നുള്ളത് കാര്യങ്ങളെല്ലാം വെച്ച് നിയമ നടപടി സ്വീകരിക്കും. TG നന്ദകുമാറുമായുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്നും EP-യോട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് കാര്യങ്ങൾ മനസ്സിലാകുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. 24 തിരുവനന്തപുരം. LDF കൺവീനർ EP ജയരാജനെതിരെ വീണ്ടും ആരോപണവുമായി BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ. LDF-ൽ അസ്വസ്ഥതയുള്ളതുകൊണ്ടാകാം ജയരാജൻ BJP-യിൽ ചേരാൻ തീരുമാനിച്ചതെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. EP ജയരാജനെ തള്ളി കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം രംഗത്തെത്തി. EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച ലാവ്ലിൻ കേസ് ഒത്തുതീർപ്പാക്കാനാണെന്ന TG നന്ദകുമാർ 24-നോട് വെളിപ്പെടുത്തി. BJP പ്രവേശനവുമായി ബന്ധപ്പെട്ട EP ജയരാജനുമായി 3 തവണ കൂടിക്കാഴ്ച നടത്തിയെന്നാണ് ശോഭാ സുരേന്ദ്രന്റെ പുതിയ ആരോപണം. LDF നേതാക്കൾ ഫ്രോഡെന്ന് വിളിച്ച TG നന്ദകുമാറിനെ EP ജയരാജൻ ഒരിക്കലും തള്ളിപ്പറഞ്ഞിട്ടില്ലെന്നും ശോഭാ സുരേന്ദ്രൻ. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാപി എന്ന് വിളിച്ച, വിശ്വസിക്കാൻ കൊള്ളാത്തവൻ എന്ന് വിളിച്ച, ഫ്രോഡ് എന്ന് വിളിച്ച അതേ നന്ദകുമാറിനെ ഒരിക്കൽ പോലും തള്ളിപ്പറയാൻ ശ്രീമാൻ EP ജയരാജൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് കേരളത്തിന്റെ പൊതുസമൂഹം മുഴുവൻ നോക്കിക്കണ്ടതാണ്. ശോഭാ സുരേന്ദ്രന് പിന്നാലെ EP-ക്കെതിരെ പുതിയ വെളിപ്പെടുത്തലുമായി TG നന്ദകുമാർ. പിണറായി വിജയന് ഗുണം കിട്ടുന്ന SNCയിൽ ആരെയും കൺസീഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ജയരാജൻ ആവേശം കയറി. 1-5 കേസ് വരുന്നുണ്ട് സുപ്രീം കോടതി, നിങ്ങൾ കണ്ടോ? അത് ജൂലൈയിലേക്ക് വെച്ചു. അപ്പോഴത്തേക്കും ഇന്ത്യയിലെ ഇലക്ഷൻ കഴിയും. ജൂൺ 4 റിസൾട്ട് വരും. റിസൾട്ട് ഗുണകരമാണ് NDAക്ക്. പഴയ 18-1 വീണ്ടും സംഭവിച്ചാൽ 18 UDF, ഒരു LDF, ഒരു NDA ആണെങ്കിൽ ഒരു SNC ഉണ്ടാവില്ല. പിന്നെ EP ജയരാജനെ പരോക്ഷമായി വിമർശിച്ച മന്ത്രി K രാജൻ. റെക്കോർഡ് ചെയ്യാത്ത ഫോണുകൾ വളരെ കുറവായിട്ടുള്ള ഒരു കാലത്തിലേക്ക് നമ്മൾ പോവുകയാണ്. സ്വകാര്യം പോലും പറയാൻ പറ്റാത്ത വിധത്തിൽ കാര്യങ്ങൾ മാറുകയാണ്. അത് തിരിച്ചറിഞ്ഞ് ജനപ്രതിനിധികൾ, ജനാധിപത്യ രംഗത്ത് നിൽക്കുന്ന നേതാക്കൾ കാണിക്കേണ്ട ജാഗ്രതയുണ്ട്. വിശദാംശങ്ങൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം. ജയരാജൻ ജാഗ്രത പുലർത്തണമെന്ന ജോസ് കെ മാണി. മുഖ്യമന്ത്രി കൃത്യമായിട്ട് പറഞ്ഞു ജാഗ്രത പുലർത്തണമായിരുന്നു. അത് ജാഗ്രത പുലർത്തേണ്ടത് തന്നെയാണ് എന്ന് തന്നെയാണ് കേരള കോൺഗ്രസിന്റെ അഭിപ്രായം. EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച മറച്ചുവെക്കാനാണ് തനിക്കെതിരായ വർഗീയാരോപണം ഉന്നയിച്ചതെന്ന് ഷാഫി പറമ്പിൽ. കേരളത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ പോലും അറിയാതെ, കേരളത്തിൽ വേറൊരു മനുഷ്യക്കുഞ്ഞ് അറിയാത്ത തരത്തിൽ ആ കൂടിക്കാഴ്ച അറേഞ്ച് ചെയ്തത് എന്തിനായിരുന്നു? കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റാത്തവർ എൻ്റെ മേലെ വർഗീയ ചാപ്പ അടിച്ചത് കൊണ്ട് വാർത്തയിലെ ഇടോ കേരളത്തിലെ ജനങ്ങളുടെ ചോദ്യമോ അവസാനിക്കില്ല. വിവാദങ്ങൾക്ക് പിന്നാലെ EP ജയരാജനെ ഉന്നമിട്ട CPIM സൈബർ ഗ്രൂപ്പുകളും രംഗത്തുണ്ട്. P ജയരാജനെ വാഴ്ത്തിയും EP ജയരാജനെ വിമർശിച്ചുമാണ് പോസ്റ്റുകൾ. EP ജയരാജനെ തൊടാൻ മുഖ്യമന്ത്രിക്കും CPIM-നും ഭയമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശനും വിമർശിച്ചു. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ്. ട്രാക്കിൽ അറ്റകുറ്റപ്പണി നടക്കുന്നത് മൂലം 4 ട്രെയിനുകൾ പൂർണ്ണമായി റദ്ദാക്കി. 4 സർവീസുകൾ ഭാഗികമായി നടത്തും. എറണാകുളം ഷൊർണൂർ ജമ്മു നാളെ സർവീസ് നടത്തില്ല. ഷൊർണൂർ എറണാകുളം മെമു മെയ് 1-നും സർവീസ് നടത്തില്ല. എറണാകുളം കോട്ടയം പാസഞ്ചർ സ്പെഷ്യൽ, കോട്ടയം എറണാകുളം പാസഞ്ചർ സ്പെഷ്യൽ എന്നീ ട്രെയിനുകൾ മെയ് 1-ന് റദ്ദാക്കിയിട്ടുണ്ട്. ചെന്നൈ എഗ്മോർ ഗുരുവായൂർ എക്സ്പ്രസ് നാളെ എറണാകുളത്ത് യാത്ര അവസാനിപ്പിക്കും. മെയ് 1-ന് ഗുരുവായൂർ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് എറണാകുളത്ത് നിന്ന് സർവീസ് ആരംഭിക്കും. മെയ് 30-ന് തിരുവനന്തപുരം ഗുരുവായൂർ എക്സ്പ്രസ് എറണാകുളത്ത് യാത്ര അവസാനിപ്പിക്കും. ഗുരുവായൂർ തിരുവനന്തപുരം എക്സ്പ്രസ് മെയ് 1-ന് എറണാകുളത്ത് നിന്ന് സർവീസ് നടത്തും. വിശദാംശങ്ങളുമായി AV ജയശങ്കർ ചേരുകയാണ്. ജയശങ്കർ, ചില സർവീസുകൾ പൂർണ്ണമായും ചിലത് ഭാഗികമായുമാണല്ലോ റദ്ദാക്കിയിരിക്കുന്നത്. വിശദാംശങ്ങൾ. ക്രിസ്റ്റീന, ട്രാക്കിൽ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ടാണ് റെയിൽവേ 4 ട്രെയിനുകൾ പൂർണ്ണമായി റദ്ദാക്കിയിരിക്കുന്നത്. 4 സർവീസുകൾ ഭാഗികമായും റദ്ദാക്കിയിട്ടുണ്ട്. എറണാകുളം ഷൊർണൂർ മെമു നാളെ സർവീസ് നടത്തില്ല. ഷൊർണൂർ എറണാകുളം മെമു മെയ് 1-നും സർവീസ് നടത്തില്ല. എറണാകുളം കോട്ടയം സ്പെഷ്യൽ, കോട്ടയം എറണാകുളം പാസഞ്ചർ സ്പെഷ്യൽ എന്നീ ട്രെയിനുകൾ റദ്ദാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ചെന്നൈ എഗ്മോർ ഗുരുവായൂർ എക്സ്പ്രസ് നാളെ എറണാകുളത്ത് യാത്ര അവസാനിപ്പിക്കും. ഒപ്പം തന്നെ മെയ് 1-ന് ഗുരുവായൂർ ചെന്നൈ
എഗ്മോർ എക്സ്പ്രസ് എറണാകുളത്ത് നിന്നായിരിക്കും യാത്ര ഉണ്ടാകുക. എറണാകുളത്തിനും ഗുരുവായൂരിനും ഇടയിലാണ് ഈ ട്രെയിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്, യാത്ര ഇല്ലാത്തത്. മെയ് 1 ഗുരുവായൂർ ചെന്നൈ, അതുപോലെ തന്നെ മെയ് 30 തിരുവനന്തപുരം ഗുരുവായൂർ എക്സ്പ്രസ് എറണാകുളത്ത് നിന്നായിരിക്കും യാത്ര അവസാനിപ്പിക്കുക. ഒപ്പം ഗുരുവായൂർ തിരുവനന്തപുരം എക്സ്പ്രസ് മെയ് 1 എറണാകുളത്ത് നിന്നായിരിക്കും സർവീസ് നടത്തുക. ചില ട്രെയിനുകൾക്ക് മാത്രമാണ് റെയിൽവേ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ പ്രദേശങ്ങളിലെ ട്രാക്കുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികളുടെ ഭാഗമായാണ് 2 ദിവസത്തേക്ക് റെയിൽവേ ഇത്തരമൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്റ്റീന. ശരി, എ വി ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. വടകരയെ ചൊല്ലി വാക്പോര് തുടരുന്നു. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. in association with Durashine Roof and Wall Sheets. ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE. MGM Group of Institutions. വടകരയിൽ കോൺഗ്രസ് വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. BJP വോട്ടുകൾ UDFന് നൽകാൻ പരസ്യധാരണയുണ്ടാക്കിയെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. വർഗീയ ചാപ്പകുത്താനുള്ള ശ്രമം നടക്കില്ലെന്ന് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പ്രതികരിച്ചു. വടകരയിലും കോഴിക്കോടും വോട്ടെടുപ്പ് നീണ്ടുപോയതിൽ കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും. വോട്ട് പെട്ടിയിലായിട്ടും വടകര ലോക്സഭാ മണ്ഡലത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് കുറവില്ല. കോൺഗ്രസ് വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചെന്ന് MV ഗോവിന്ദൻ. ഷാഫി പറമ്പിൽ ജയിച്ചാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ BJPയെ സഹായിക്കാമെന്നാണ് കോൺഗ്രസ് വാഗ്ദാനമെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. വടകര നിയോജക മണ്ഡലത്തിൽ BJPയുടെ വോട്ടുകൾ UDFന് നൽകണമെന്ന ധാരണ പരസ്യമായി തന്നെ അതിന്റെ പ്രവർത്തകർ പറയുന്ന സ്ഥിതിയിൽ എത്തുകയുണ്ടായി. ഷാഫി പറമ്പിൽ വിജയിച്ചാൽ പാലക്കാട് നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJPയെ സഹായിക്കാമെന്ന വാഗ്ദാനവും സ്ഥാനാർത്ഥിയിൽ നിന്ന് തന്നെ ലഭിക്കുമെന്ന ഉറപ്പുകൂടി വന്നപ്പോൾ അതിന് കുറേയും കൂടി സ്ഥിരീകരണം നൽകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. മതേതര വോട്ടുകൾ മാത്രം മതിയെന്ന് പറഞ്ഞാണ് താൻ വോട്ട് പിടിച്ചതെന്ന് ഷാഫി പറമ്പിൽ. വർഗീയ ചാപ്പയ്ക്ക് വടകരയിലെ ജനം മറുപടി പറയുമെന്നും ഷാഫി. മതേതര വോട്ടുകൾ മാത്രം മതി എന്ന് ആർജവത്തോടെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പറഞ്ഞ ഞാനല്ലാതെ വേറൊരു സ്ഥാനാർത്ഥിയെ വടകരയിൽ മത്സരിച്ചവർ നിങ്ങളൊന്ന് ചൂണ്ടിക്കാണിച്ച് ഞാൻ ആരുടെയൊക്കെ വോട്ട് വേണ്ടാന്ന് പറഞ്ഞു എന്നും ആരുടെയൊക്കെ വോട്ട് മതി എന്ന് പറഞ്ഞു, അങ്ങനെ പറഞ്ഞ് തെരഞ്ഞെടുപ്പിന് നേരിട്ടാണെന്നുള്ളതും. അതുകൊണ്ട് ആ ചാപ്പയുടെ പരിപ്പിനി കേരളത്തിൽ വേവില്ല. അതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി. കോഴിക്കോട്ടെയും വടകരയിലെയും വോട്ടെടുപ്പ് വൈകിയതിനെതിരെയും ഓപ്പൺ വോട്ടർ പട്ടിക ക്രമക്കേടുകൾക്കെതിരെയും കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും. തെരഞ്ഞെടുപ്പ് വിലയിരുത്താൻ KPCC അവലോകന യോഗം അടുത്ത മാസം 4 തിരുവനന്തപുരത്ത് ചേരും. 24 കോഴിക്കോട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 71.27% വോട്ട് രേഖപ്പെടുത്തി. വീട്ടിലെ വോട്ടും തപാൽ വോട്ടുകളും ഉൾപ്പെടെയാണ് അന്തിമ കണക്ക്. സംസ്ഥാനത്ത് ആകെയുള്ള 2,77,49,158 വോട്ടർമാരിൽ 1,97,77,478 പേർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. ആബ്സെന്റി വോട്ടർ വിഭാഗത്തിൽ 1,80,865 വോട്ടും 41,904 പോസ്റ്റൽ വോട്ടും രേഖപ്പെടുത്തി. സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും അധികം പോളിംഗ് നടന്നത് വടകര മണ്ഡലത്തിലാണ്, 78.41%. പത്തനംതിട്ട മണ്ഡലത്തിലാണ് ഏറ്റവും കുറവ് വോട്ടിംഗ് നടന്നത്, 63.37%. 57,849 സൈനികരാണ് ഇക്കുറി സർവീസ് വോട്ടിന് അപേക്ഷിച്ചത്. ഇതിൽ 82.877 വോട്ടർമാർ ഏപ്രിൽ 27 വരെ വോട്ട് രേഖപ്പെടുത്തി. വോട്ടെണ്ണൽ തുടങ്ങുന്നതുവരെ സർവീസ് വോട്ട് സ്വീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ മധ്യപ്രദേശിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി കാലുവാരി, ഇൻഡോറിലെ സ്ഥാനാർത്ഥി അക്ഷയ് ബാം പത്രിക പിൻവലിച്ചു BJPയിൽ ചേർന്നു. ഖജുരാഹോയിൽ കോൺഗ്രസ് വിട്ടുകൊടുത്ത സീറ്റിൽ മത്സരിക്കുന്ന SP സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളി. ഇതോടെ മധ്യപ്രദേശിലെ 2 BJP ജയമുറപ്പിച്ചു. സൂറത്തിലെ ഷോക്കിൽ നിന്ന് കരകയറും മുമ്പ് കോൺഗ്രസിന് മധ്യപ്രദേശിൽ ഇരട്ട പ്രഹരം. ഇൻഡോറിലെ സ്ഥാനാർത്ഥി അക്ഷയ് ബാം BJP നേതാക്കളോടൊപ്പം എത്തി പത്രിക പിൻവലിച്ച് BJPക്കൊപ്പം പോയി. ശങ്കർ ലാൽവാനി എന്ന BJP സ്ഥാനാർത്ഥി തുടർ ജയം ഉറപ്പിച്ചു.
തുടർച്ചയായി BJP ജയിക്കുന്ന കോട്ടയിലാണ് കോൺഗ്രസിനെ ഈ വിധം തോൽപ്പിച്ചത്. സംസ്ഥാനത്ത് സർവ്വം മോദി മയമെന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ്. ജനങ്ങൾ ഒപ്പം നിൽക്കുകയാണ്, ജയപരാജയത്തെക്കാൾ രാഷ്ട്രീയത്തിൽ പ്രധാനമെന്നായിരുന്നു കാലുവാരിയ അക്ഷയ് ബാമിന്റെ ആദ്യ പ്രതികരണം. ഖജരാവോയിൽ മുന്നണി ധാരണ പ്രകാരം ഇത്തവണ സമാജ്വാദി പാർട്ടിയാണ് മത്സരിക്കുന്നത്. എന്നാൽ സ്ഥാനാർത്ഥിയായ മീര യാദവിന്റെ പത്രിക തള്ളി. BJP സംസ്ഥാന അധ്യക്ഷൻ VD ശർമ്മയാണ് ഇവിടെ ജയമുറപ്പിച്ചത്. സൂറത്തിലും പാളയത്തിൽ തന്നെയുള്ള ചതി സംശയിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന നിലേഷ് കുംബാനിയെ സസ്പെൻഡ് ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പിന് പിന്നാലെ നിയമ നടപടി തുടങ്ങുമെന്ന് നേതൃത്വം അറിയിച്ചിരിക്കെയാണ് മറ്റൊരു സംസ്ഥാനത്ത് അതിലും വലിയ ചതി നേരിടേണ്ടി വന്നത്. 24 മുംബൈ. ഇന്ത്യ സഖ്യത്തെ വീണ്ടും പരിഹസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ സഖ്യം അധികാരത്തിൽ എത്തിയാൽ 5 വർഷം കൊണ്ട് രാജ്യത്ത് 5 പ്രധാനമന്ത്രിമാരുണ്ടാകുമെന്ന വിമർശനം മോദി ആവർത്തിച്ചു. പിന്നോക്ക വിഭാഗക്കാരെ കേന്ദ്ര സർക്കാർ തഴയുന്നുവെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് പ്രധാനമന്ത്രി വിലക്കണമെന്ന ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി. 5 വർഷം 5 പ്രധാനമന്ത്രി എന്ന പരിഹാസം ഇന്ത്യ സഖ്യത്തിനെതിരെ ആവർത്തിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓരോ പ്രധാനമന്ത്രിയും രാജ്യത്തെ കൊള്ളയടിച്ച ശേഷം സ്ഥാനമൊഴിയുമെന്ന് മഹാരാഷ്ട്രയിലെ സോളാപൂരിലെ പ്രചാരണ റാലിയിൽ പ്രതിപക്ഷ പാർട്ടികളെ കടന്നാക്രമിച്ച് നരേന്ദ്രമോദി പറഞ്ഞു. अब एक नया फॉर्मूला लाए हैं. ये फॉर्मूला लाए हैं 5 साल में 5 PM, हर वर्ष 1 PM. वो जितना खजाना लूटना है लूटेगा, फिर दूसरे साल दूसरा PM, फिर वो लूट करेगा, तीसरे साल तीसरा PM, चौथे साल चौथा PM, 5वें साल 5वां PM. പിന്നാക്ക വിഭാഗത്തെ അവഗണിക്കുകയാണെന്ന് കേന്ദ്രത്തിനെതിരെ രാഹുൽ ഗാന്ധിയുടെ വിമർശനം. सरकार कौन चलाता है? 90 लोग चलाते हैं दिल्ली की सरकार. मोदी जी साइन करते हैं, 90 लोग IAS अफसर हिंदुस्तान की सरकार चलाते हैं. വൻ റോഡ് ഷോയായാണ് ലക്നൌവിലെ BJP സ്ഥാനാർത്ഥി രാജ്നാഥ് സിംഗും അമേഠിയിലെ സ്ഥാനാർത്ഥി സ്മൃതി ഇറാനിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. മധ്യപ്രദേശിലെ ഇൻഡോർ സ്ഥാനാർത്ഥി അക്ഷയ് ബാം BJPയിൽ ചേർന്നത് കോൺഗ്രസിന് കനത്ത തിരിച്ചടിയായി. പഞ്ചാബിലെ 4 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിലക്കണമെന്ന ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി. 24 ഡൽഹി. വാർത്തകൾ തുടരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ വ്യാജ വീഡിയോ കേസിലെ നോട്ടീസിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. തെരഞ്ഞെടുപ്പ് വിജയത്തിനായി ഡൽഹി പോലീസിനെ ഉപയോഗിക്കുന്നുവെന്നാണ് വിമർശനം. സംഭവത്തിൽ BJP തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചെന്ന കേസിൽ ഡൽഹി പോലീസ് രേവന്ത് റെഡ്ഡിയുടെ വീട്ടിലെത്തിയാണ് നോട്ടീസ് നൽകിയത്. മറ്റന്നാൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളുമായി ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം. അന്വേഷണം തെലങ്കാനയിലേക്ക് നീട്ടിയ ഡൽഹി പോലീസ് PCC ആസ്ഥാനത്തെത്തി പരിശോധന നടത്തി. EDക്കും CBIക്കും ശേഷം ഡൽഹി പോലീസിനെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി ഉപയോഗിക്കുകയാണെന്ന് രേവന്ത് റെഡ്ഡി രൂക്ഷഭാഷയിൽ വിമർശിച്ചു. തെലങ്കാനയിൽ BJPക്ക് മറുപടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി. മോദിജി आज तक अमित शाह जी ED इनकम टैक्स CBI को इस्तेमाल कर रहे थे चुनाव जीतने के लिए. अभी मेरे समाचार मिला है तेलंगाना कांग्रेस पार्टी ऑफिस में दिल्ली पुलिस पहुंचा हुआ है. सोशल मीडिया में कोई पोस्टिंग लगाया, इसीलिए तेलंगाना के कांग्रेस अध्यक्ष को तेलंगाना मुख्यमंत्री को हम अरेस्ट करते बोल के नोटिस लेकर तेलंगाना गांधी भवन में पहुंच गए. इसका मतलब नरेंद्र मोदी जी ED इनकम टैक्स CBI हो गए, अभी दिल्ली पुलिस को इस्तेमाल कर रहे चुनाव जीतने के लिए. കേസിൽ കോൺഗ്രസ് വാർ റൂം കോർഡിനേറ്ററായ റീതോം സിംഗിനെ അസം പോലീസ് അറസ്റ്റ് ചെയ്തു. വീഡിയോ പ്രചരിപ്പിച്ച സംഭവത്തിൽ കൂടുതൽ കോൺഗ്രസ് നേതാക്കളെ ചോദ്യം ചെയ്യാനാണ് ഡൽഹി പോലീസിന്റെ നീക്കം. മതാടിസ്ഥാനത്തിലുള്ള സംവരണം റദ്ദാക്കുമെന്ന് അമിത്ഷാ പ്രസംഗിക്കുന്നതിന്റെ വീഡിയോ എഡിറ്റ് ചെയ്ത് പട്ടികജാതി സംവരണത്തിനെതിരെ സംസാരിക്കുന്ന തരത്തിലുള്ള വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. 24 ഡൽഹി. കർണാടകയിൽ NDA സഖ്യത്തെ പ്രതിസന്ധിയിലാക്കി ദേവഗൌഡ കുടുംബത്തിനെതിരായ ലൈംഗികാരോപണ കേസ്. HD രേവണ്ണയും മകൻ പ്രജ്വൽ രേവണ്ണയും നിരവധി തവണ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ പരാതി. ദേവഗൌഡ കുടുംബം ഉൾപ്പെട്ട കേസ് തെരഞ്ഞെടുപ്പിൽ പ്രചാരണായുധമാക്കുകയാണ് കോൺഗ്രസ്. പ്രജ്വൽ രേവണ്ണയുടെ പേരിൽ പ്രചരിച്ച അശ്ലീല ദൃശ്യങ്ങൾ വ്യാജമെന്നായിരുന്നു NDA നേതൃത്വത്തിന്റെ വിശദീകരണം. അതിനിടെയാണ് രേവണ്ണയുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന യുവതിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തത്. ഇതോടെ പ്രജ്വലിനൊപ്പം പിതാവും മുൻ മന്ത്രിയുമായ HD രേവണ്ണയും കുരുക്കിലായി. കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ എന്ന ഒറ്റവരി പ്രതികരണത്തിലൂടെ JDS സംസ്ഥാന അധ്യക്ഷൻ HD കുമാരസ്വാമി അതൃപ്തി പരസ്യമാക്കി. അതിനിടെ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ഉയർന്ന പരാതിയെക്കുറിച്ച്
തെരഞ്ഞെടുപ്പിന് മുൻപ് BJP നേതൃത്വത്തിന് പ്രാദേശിക ഘടകം അയച്ച കത്തും പുറത്തുവന്നു. പരാതി മറച്ചുവെച്ചാണ് BJP നേതൃത്വം പ്രജ്വലിന്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചതെന്ന് കത്തു പുറത്തു വന്നതോടെ വ്യക്തമായി. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വീണുകിട്ടിയ ആയുധമായാണ് കോൺഗ്രസ് കേസിനെ കാണുന്നത്. ഇരുവരെയും ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് വ്യാപക പ്രതിഷേധത്തിലാണ്. 24 ബംഗളൂരു. KSRTC ഡ്രൈവറുമായുള്ള തർക്കത്തിനിടെ ബസ് തടഞ്ഞിട്ടില്ലെന്ന മേയർ ആര്യ രാജേന്ദ്രന്റെ വാദം പൊളിഞ്ഞു. ബസിന് കുറുകെ കാർ നിർത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഡ്രൈവർ ലൈംഗിക ചുവയോട് പെരുമാറിയെന്ന പരാതി ആര്യ രാജേന്ദ്രൻ ആവർത്തിച്ചു. ആരോപണം തള്ളിയ KSRTC ഡ്രൈവർ യദു തന്നെ കള്ളക്കേസിൽ കുടുക്കാനാണ് ശ്രമമെന്ന് പ്രതികരിച്ചു. ഡ്രൈവറെ പിരിച്ചുവിടേണ്ടതില്ലെന്നും കുറച്ചു ദിവസത്തേക്ക് ജോലിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും KSRTC CMD ഗതാഗത മന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തു. അശ്രദ്ധമായി വാഹനമോടിച്ചെന്നാരോപിച്ചാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ, ഭർത്താവ് സച്ചിൻ ദേവ് MLA എന്നിവർ KSRTC ബസ് ഡ്രൈവർ യദുവുമായി നടുറോഡിൽ വാക്കുതർക്കത്തിലേർപ്പെട്ടത്. പട്ടം പ്ലാമൂട് വെച്ച് ബസ് കാറിലിടിക്കാൻ തുടങ്ങിയെന്നും ഡ്രൈവർ അശ്ലീലാംഗ്യം കാണിച്ചു എന്നുമാണ് മേയറുടെ പരാതി. സ്ത്രീക്കെതിരെ ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു അദ്ദേഹം കാണിച്ചിട്ടുള്ള ആംഗ്യം എത്ര തന്നെ അദ്ദേഹം സാധൂകരിക്കാൻ ശ്രമിച്ചാലും അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഞങ്ങൾ മാത്രമല്ല, നാളെ മറ്റ് ആളുകൾക്കും സമൂഹത്തിൽ ഇറങ്ങി നടക്കണം. അതുകൊണ്ട് മാത്രമാണ് പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഈ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിന് ഇതിനു മുൻപും പല കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ FIR ഉണ്ട്, കേസെടുത്തിട്ടുണ്ട് എന്നുള്ള സത്യാവസ്ഥ നമ്മളിപ്പോൾ മനസ്സിലാക്കുകയാണ്. ബസിന്റെ ട്രിപ്പ് മുടക്കിയെന്ന ഡ്രൈവറുടെ പരാതി മേയർ തള്ളിയിരുന്നു. എന്നാൽ ബസിന് കുറുകെ സീബ്ര ലൈനിൽ കാർ നിർത്തിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. യൂണിവേഴ്സിറ്റി കോളേജിന് സമീപമാണ് സംഭവം. അശ്ലീലാംഗ്യം കാണിച്ചുവെന്ന ആരോപണം നിഷേധിച്ച ഡ്രൈവർ യദു, മേയറും സംഘവുമാണ് മോശമായി പെരുമാറിയതെന്ന വാദം ആവർത്തിച്ചു. അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. ഞാൻ ആദ്യം തൊട്ടേ ആ വീഡിയോ ഉണ്ടല്ലോ, എല്ലാ വീഡിയോസിലും ഉണ്ടല്ലോ, ആദ്യം തൊട്ടേ ഉണ്ട്. അവർ പറയുന്ന സംസാരവും മോശമായിട്ട് എൻ്റെ അടുത്താണ് മോശമായിട്ട് പെരുമാറിയത്. എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ള ക്ലിയറാണ്, അവർക്ക് എല്ലാവർക്കും അറിയാം, ക്ലിയറാണ്. എന്നിട്ട് ജോലിക്കാരൻ്റെ ഇപ്പോൾ രാവിലെ വിളിച്ച് പറഞ്ഞേക്കുകയാണ് ഇന്ന് രാത്രി പോവേണ്ടത്. വിളിച്ച് സോറി പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. മേയർക്കും സംഘത്തിനുമെതിരെ ഡ്രൈവർ നൽകിയ പരാതിയിൽ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല. ആര്യയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തി. അന്വേഷണം കഴിയുന്നതുവരെ ഡ്രൈവർ ഡ്യൂട്ടിയിൽ പ്രവേശിക്കേണ്ടെന്നാണ് KSRTCയുടെ നിർദ്ദേശം. യദു നേരത്തെയും അശ്രദ്ധമായി വാഹനമോടിച്ചതിന് കേസിൽപ്പെട്ടിട്ടുള്ളയാളാണെന്ന് ആര്യ രാജേന്ദ്രൻ പറഞ്ഞു. സംഭവത്തിൽ മേയർക്ക് ജാഗ്രതക്കുറവുണ്ടായിട്ടില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. 24 തിരുവനന്തപുരം. കണ്ണൂർ ചെറുകുന്നിൽ വാഹനാപകടത്തിൽ 5 മരണം. ലോറിയുമായി കൂട്ടിയിടിച്ച് കാർ യാത്രികരാണ് മരിച്ചത്. വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ ചേരുകയാണ്. സജോ, വേദനിപ്പിക്കുന്ന വാർത്തയാണ്. എപ്പോഴായിരുന്നു സംഭവം? കൂടുതൽ വിവരങ്ങൾ. ക്രിസ്റ്റീന, അതിദാരുണമായ അപകടമാണ്. അല്പസമയം മുൻപാണ് ഈ അപകടം കണ്ണൂർ ചെറുകുന്ന് പുന്നച്ചേരിയിൽ വെച്ച് ഉണ്ടായത്. ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറിയും സ്വിഫ്റ്റ് കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. കാർ യാത്രികരായ 5 പേരാണ് മരിച്ചത്. സ്വിഫ്റ്റ് കാറിൽ യാത്ര ചെയ്ത് മരിച്ചവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. തലശ്ശേരി സ്വദേശികളുടേതാണ് ഈ കാർ. KL 58D 6753 എന്ന നമ്പറിലുള്ള സ്വിഫ്റ്റ് കാറാണ്. ഈ കാറിൽ 5 പേരുണ്ടായിരുന്നു. തലശ്ശേരി ഭാഗത്തേക്കാണ് ഈ വാഹനം പോയത്. എതിർഭാഗത്ത് നിന്ന് ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറിയുമായാണ് കൂട്ടിയിടിച്ചത്. വലിയ തോതിൽ ഇടിയുടെ നല്ല ആഘാതം ഉണ്ട്. കാർ പൂർണ്ണമായും തന്നെ തകർന്നിട്ടുണ്ട്. രാത്രിയിലാണ് ഈ അപകടം നടന്നത്. പിന്നീട് നാട്ടുകാരും മറ്റും അതിനുശേഷം പോലീസും ഒക്കെ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പക്ഷേ കാർ യാത്രികർക്ക് ഗുരുതരമായി പരിക്കേറ്റു. 5 പേരുടെയും മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സ് അടക്കമുള്ള സേനാംഗങ്ങളും ഒപ്പം പോലീസും ഒക്കെ സ്ഥലത്തെത്തിയാണ് ഈ വാഹനം തകർത്ത് അതിനകത്ത് നിന്ന് കാർ യാത്രികരെ പുറത്തെടുത്തത്. 5 പേരുടെയും മരണം സ്ഥിരീകരിക്കുന്നു. അത്രയും പേരുടെ ജീവൻ നഷ്ടമാകുന്നു എന്നത് തന്നെ ഞെട്ടിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതുമായ സംഭവമാണ്. അപകടത്തിലേക്ക് നയിച്ചത് എന്താണ് എന്നത് ഉൾപ്പെടെയുള്ള പരിശോധനകളിലേക്ക് കടക്കേണ്ടതുണ്ട്. പോലീസ് ഇപ്പോൾ അത് എന്താണ് എന്ന് വ്യക്തമായിട്ടില്ല. അപകടത്തിൽ അവിടെ വാഹനത്തിനകത്തുണ്ടായിരുന്ന ആളുകളെ അടക്കം പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റുന്നതും മറ്റും തിരക്കിലായിരുന്നു. പക്ഷേ ഈ കാർ ഏതാണ്ട് ഈ അപകടത്തിൽ പൂർണ്ണമായും തന്നെ തകർന്നു പോയിട്ടുണ്ട്. കാറാണോ അതോ ലോറിയാണോ അമിത വേഗതയിൽ വന്നത് എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. പക്ഷേ വലിയൊരു ദുരന്തം എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയണം. ആളുകളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഘട്ടത്തിൽ അതിനൊരു വ്യക്തത വന്നിട്ടില്ല. പരിശോധനകളിലേക്ക് കടന്നിട്ടേ ഉള്ളൂ. പക്ഷേ ഈ വാഹനം തിരിച്ചറിഞ്ഞിട്ട് ആളുകളെ കുറിച്ച് ഏകദേശം ഒരു സൂചന ലഭ്യമായിട്ടുണ്ട്. പക്ഷേ ഈ അപകടത്തിൽ മരിച്ചവരെ സംബന്ധിച്ച്
പൂർണ്ണമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് അല്പസമയം മുൻപ് മാത്രമാണ് ഈ ആളുകളെ കാറിനകത്തുണ്ടായിരുന്ന ആളുകളെ പുറത്തെടുക്കാൻ കഴിഞ്ഞത്. പിന്നീട് വളരെ വേഗത്തിൽ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമം നടക്കുകയായിരുന്നു. പക്ഷേ 5 പേർക്കും ജീവൻ നഷ്ടമായിരിക്കുന്നു. വലിയ ഒരു ദുരന്തം തന്നെ ദേശീയപാതയിൽ സംഭവിച്ചിരിക്കുന്നു എന്നതാണ്. ആളുകളെ തിരിച്ചറിയാനുള്ള ശ്രമത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഈ ലോറി ഓടിച്ചിരുന്ന ലോറി ഡ്രൈവർക്ക് നിസ്സാര പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. ഈ വാഹനവും ഡ്രൈവറെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാൾക്ക് പ്രാഥമിക ചികിത്സ നൽകുന്നതിന് വേണ്ടി ആശുപത്രിയിലേക്ക് പോലീസ് കസ്റ്റഡിയിൽ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷെ വലിയൊരു ദുരന്തമായി തന്നെ ഇത് മാറിയിരിക്കുന്നു. 5 പേരുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു. ക്രിസ്റ്റീന. സജോ, ഈ മൃതദേഹങ്ങൾ ഇപ്പോൾ എവിടെയാണ്? അതേപോലെ തന്നെ ഈ സംഭവ സ്ഥലത്ത് അവിടെ ഉണ്ടായിരുന്ന ആരെങ്കിലുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ? ക്രിസ്റ്റീനയിൽ അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന കാര്യം ഈ കാർ യാത്രികരായ 5 പേരുടെയും ജീവൻ നഷ്ടമായി എന്നതാണ്. അത് പോലീസ് പറയുന്നത് ഈ അപകടത്തിൽ വലിയ അപകടത്തിന്റെ ആഘാതം എത്രയെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഈ ദൃശ്യങ്ങൾ കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിൽ കാർ ഏതാണ്ട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അത്ര വലിയ ആഘാതത്തിലുള്ള കൂട്ടിയിടിക്കലായിരുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. അത് തന്നെയാണ് അത് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. പൂർണ്ണമായും തന്നെ സ്വിഫ്റ്റ് കാർ തകർന്നു പോയിട്ടുണ്ട്. അതിനുള്ളിലുള്ള ആളുകൾ അത്രയും വലിയ അപകടമായതുകൊണ്ടാണ് 5 പേരുടെയും ജീവൻ നഷ്ടമായത്. 5 പേരും ഈ കാറിൽ ഉണ്ടായിരുന്നവരാണ്, കാറിൽ യാത്ര ചെയ്ത് വന്നവരാണ്. അവർ കാസർഗോഡ് ഭാഗത്തു നിന്ന് തലശ്ശേരി ഭാഗത്തേക്ക് നീങ്ങി വന്നതാണ് എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇവരെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങളിലേക്ക്, അതായത് ഈ അപകടം നടന്നിട്ട് അധിക സമയം പിന്നിടുന്നില്ല എന്നതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമായി എടുത്തു പറയേണ്ടത്. മൃതദേഹങ്ങൾ സമീപത്തെ ആശുപത്രിയിലേക്ക്, അതായത് ആളുകളെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ആശുപത്രിയിലേക്ക് മാറ്റാൻ വാഹനം ഏതാണ്ട് വെട്ടിപ്പൊളിച്ച് പുറത്തെടുക്കുകയായിരുന്നു കാർ യാത്രികരായ ആളുകളെ. എല്ലാവരുടെയും മരണം പിന്നാലെ സ്ഥിരീകരിക്കുകയും ചെയ്തു. അത്ര വലിയ ഒരു അപകടം നടന്നു, അത്ര വലിയൊരു ഇടിയുടെ ആഘാതം എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ്. കാർ ഈ ഇടിയുടെ ആഘാതത്തിൽ തകരുകയും 2 തവണ മലക്കം മറിയുകയും ചെയ്തു എന്നാണ് അവിടെയുള്ള ആളുകളിൽ നിന്ന് നമുക്ക് പ്രാഥമികമായി ലഭ്യമാകുന്ന ഒരു വിവരമാണ്. അത്ര വലിയ ഒരു അപകടമാണ് നടന്നിരിക്കുന്നത്. അതിന് പിന്നാലെ ഓടിക്കൂടിയ ആളുകൾക്ക് തന്നെ കാർ യാത്രികരെ പുറത്തെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ഫയർഫോഴ്സും സേനാംഗങ്ങളും മറ്റും എത്തിയാണ് ഈ കാർ അകത്തുണ്ടായിരുന്ന കാർ യാത്രികരെ പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞത്. പിന്നീട് പോലീസും മറ്റ് ആളുകളും ഒക്കെ എത്തിച്ചേർന്ന് നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞത്. അപ്പോഴേക്കും പക്ഷേ കാർ പൂർണ്ണമായും തകർന്നിരുന്നു. 2 തവണയിലധികം കാർ മലക്കം മറിഞ്ഞിരുന്നു. അങ്ങനെ വലിയൊരു അപകടവും ദുരന്തവുമായി അത് പര്യവസാനിക്കുകയാണ് ചെയ്തത്. ഇത്രയും വലിയൊരു അപകടത്തിലേക്ക് ഈ ഒരുപക്ഷെ ലോറിയുടെ അമിത വേഗതയും വാഹനങ്ങളുടെ വേഗതയും ഒക്കെ ഉണ്ട്. ഈ സമയത്ത് റോഡിൽ മറ്റ് കൂടുതൽ വാഹനങ്ങളില്ല. മറ്റ് സമീപത്തെ ആശുപത്രികളിലേക്കൊക്കെ പോലീസ് തന്നെ ആംബുലൻസ് എത്തിച്ച് മൃതദേഹങ്ങൾ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ എല്ലാവരുടെയും മരണം സ്ഥിരീകരിച്ചു എന്നാണ് പോലീസിൽ നിന്ന് നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരം. വാഹനം തലശ്ശേരി സ്വദേശികളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തതാണ്. പക്ഷേ അതിലെ യാത്രികർ ആരെല്ലാമാണ് എന്നത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണത്തിലേക്ക് ഇപ്പോൾ വ്യക്തമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ മറ്റൊരു ഭാഗത്തേക്ക്, അതായത് റോഡിന്റെ ഒരു താഴ്ഭാഗത്തേക്ക് ഈ വാഹനം പിന്നീട് 2 തവണ മറിഞ്ഞു വീഴുകയായിരുന്നു എന്ന രൂപത്തിലാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 5 പേരുടെ ജീവൻ ആ അപകടത്തിൽ തന്നെ നഷ്ടമാകുന്നതെന്നാണ് അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം എന്നത് എടുത്തു പറയേണ്ടതുണ്ട്. അപകടത്തിന്റെ മറ്റു കാരണങ്ങൾ, അതായത് ഈ സംഭവത്തിന്റെ ഒരു ഞെട്ടലിലാണ് അവിടെയുള്ള ആളുകളും ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ആളുകളുമൊക്കെ. ഇത്ര വലിയൊരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറി. ചെറുകുന്നിലെ വാഹനാപകടത്തിൽ 5 മരണം, കാർ യാത്രികരായ 5 പേരാണ് മരിച്ചത്. ഇവരാരെന്ന് തിരിച്ചറിയാനായിട്ടില്ല. എന്നാൽ കാറിന്റെ നമ്പറൊക്കെ ഇപ്പോൾ കണ്ടതുകൊണ്ട് ചിലപ്പോൾ ബന്ധുക്കളോ സുഹൃത്തുക്കളോ പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് ഇതാരാണെന്ന വിവരം പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനാകും എന്ന് കരുതുന്നു. വിശദാംശങ്ങൾ നൽകിയത് സജോ ദേവസ്യാണ്. ഒരു വാർത്തകൾ. ISL ഫൈനലിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സ് മുംബൈ സിറ്റി FC നേരിടും. 2ാം സെമിയിലെ 2ാം പാദ മത്സരത്തിൽ FC ഗോവയെ തകർത്താണ് മുംബൈ സിറ്റി ഫൈനൽ ഉറപ്പിച്ചത്. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് മുംബൈയുടെ വിജയം. ഇരുപാദങ്ങളിലുമായി 5-2 ഗോവയെ തകർത്താണ് മുംബൈയുടെ ഫൈനൽ പ്രവേശനം. 69ാം മിനിറ്റിൽ പെരേര ഡയസും 83ാം മിനിറ്റിൽ ലാലിയൻസുവാല ചാങ്തേയുമാണ് മുംബൈക്കായി വലകുലുക്കിയത്. ശനിയാഴ്ച വൈകിട്ട് 7:30 കൊൽക്കത്ത സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് കലാശപ്പോര്. IPL-ൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 7 വിക്കറ്റിന്റെ തകർപ്പൻ ജയം. ഡൽഹി ക്യാപിറ്റൽസ് ഉയർത്തിയ 154 റൺസ് വിജയലക്ഷ്യം 21 പന്ത് ശേഷിക്കെയാണ് കൊൽക്കത്ത മറികടന്നത്.
ഫീൽഡ് സോൾട്ട് അർദ്ധ സെഞ്ചുറി നേടി 3 വിക്കറ്റെടുത്ത വരുൺ ചക്രവർത്തിയാണ് കളിയിലെ താരം. ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ഡൽഹിക്ക് വേണ്ടി 31 റൺസ് എടുത്ത കുൽദീപ് മാത്രമാണ് പൊരുതിയത്. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പങ്കെടുത്ത പരിപാടിയിൽ ഖലിസ്ഥാൻ മുദ്രാവാക്യമുയർന്നതിൽ പ്രതിഷേധിച്ച് ഇന്ത്യ കനേഡിയൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി ഇന്ത്യ അതൃപ്തി അറിയിച്ചു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഐഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം വർഗീസിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ബുധനാഴ്ച വീണ്ടും ഹാജരാകണം. 6ാം തവണയാണ് എം വർഗീസിനെ ഇഡി ചോദ്യം ചെയ്തത്. കോഴിക്കോട് വെള്ളയിൽ കൊലപാതക കേസ് പ്രതിയെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ച പോലീസ്. ടൗൺ ACF വി സുരേഷിനാണ് അന്വേഷണ ചുമതല. മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവിന് 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി ശരിവച്ചു. വയനാട് സ്വദേശി ശ്യാം ബാലകൃഷ്ണനാണ് നഷ്ടപരിഹാരം നൽകേണ്ടത്. ശ്യാമിന് അനുകൂലമായ ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ നൽകിയ അപ്പീലാണ് സുപ്രീംകോടതി തള്ളിയത്. പ്രൈം ടൈം ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.